സംഗമത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ ഇവിടെ റെജി പറഞ്ഞത് ഇതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഉള്ള ഭേദമില്ല, ആർക്കും അതിൽ പങ്കെടുക്കാം, അതിൽ വരുന്നവരെ അങ്ങനെ ഒരു വേർതിരിച്ച് കാണേണ്ടതില്ല എന്നാണ്. ഇപ്പോൾ 3000 പ്രതിനിധികൾ വരുന്നു എന്നുള്ളതാണല്ലോ. ഇപ്പോൾ DMKയുടെ മന്ത്രിമാർ വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് മന്ത്രിമാർ വരുന്നുണ്ട്. അപ്പോൾ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ഇക്കാര്യത്തിൽ കാണേണ്ടതില്ല എന്നാണ്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, എന്താ പ്രശ്നം എന്നറിയാമോ? അങ്ങനെയൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഈ ബിന്ദു അമ്മണി വരുമ്പോൾ കേട്ടായിരുന്നാൽ മതി, അത് അടുത്ത പ്രശ്നം ഉണ്ടാക്കും. അത് മാത്രമാണോ പ്രശ്നം? ബിന്ദു അമ്മണി വരുന്നത് മാത്രമാണോ പ്രശ്നം? ഇപ്പോൾ അങ്ങനെ വരുന്നതുമില്ല. ബിന്ദു അമ്മണി എന്തോ കത്ത് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊരു സ്ഥിരീകരണമോ നിഷേധമോ ഒന്നും വന്നിട്ടില്ല എന്നേ ഉള്ളൂ. അവര് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ സനാതന ധർമ്മത്തെ കുറിച്ച് മോശം പറഞ്ഞ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ, അദ്ദേഹം ഇപ്പം വരികയാണെങ്കിൽ ചിലപ്പം മുറുമുറുപ്പുണ്ടാവും, പക്ഷെ അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പോയി കണ്ടില്ലേ? ഹിന്ദു ഹൃദയ സമാറാട്ടം എന്ന് നമ്മൾ പലരും വിളിക്കുന്ന മോദിജിയെ പോയി കണ്ടില്ലേ? ഇതിലൊരു സെൻസ് ഓഫ് ബാലൻസ് മതി. അവിടെയാണ് ഒരു കാര്യം. ബാലൻസ് എന്താണെന്ന് പറയൂ. എന്താണ് സെൻസ് ഓഫ് ബാലൻസ്? ആർക്കും വരാം എന്നുള്ളതാണെങ്കിൽ അങ്ങനെയാണോ താങ്കളുടെ അഭിപ്രായം? ആർക്കും വരാം. അതിലിപ്പോൾ താങ്കൾ ഈ ശബരിമല സ്ത്രീ പ്രവേശന സമയത്ത് ഉച്ചത്തിൽ ആചാരലംഘനം നടക്കുന്നു എന്ന് പറഞ്ഞയാളാണ്. ഇപ്പോഴത്തെ അയ്യപ്പ സംഗമത്തിൽ അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയാണോ? പമ്പയിൽ വെച്ച് നടക്കുന്നതല്ലേ? പമ്പയിൽ വെച്ച് നടക്കുന്നതിൽ എല്ലാവർക്കും വരാം. അതൊരു വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനായി എല്ലാവർക്കും വരുന്നൊരു സംഗമം തന്നെ ആയിക്കോട്ടെ. പക്ഷെ അതിൽ RSSന്റെ റെപ്രസെന്റേഷൻ കൂടെ വേണം. കുമ്മനം ചേട്ടനെ പോലെ കാവ്യ എടുക്കാത്തൊരു സന്യാസിയും കൂടെ വിളിക്കണം. ആരെയും അകറ്റി നിർത്തുന്നതാകരുത്, പകരം ഒരുമിച്ച് കൊണ്ടുപോകുന്നതാകണം. ഇവരൊക്കെ നേരത്തെ പറഞ്ഞ കുമ്മനം ചേട്ടനും OR സാറൊക്കെ ആചാരം അപ്പോൾ അല്ല, ആചാര ലംഘനം പമ്പയിലാണെങ്കിൽ കുഴപ്പമില്ല അല്ലെ? അത് തന്നെയാണല്ലോ. അങ്ങനെയല്ല, ഹൈക്കോടതിയുടെ അടക്കം ഉത്തരവ് പമ്പയിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡിനപ്പുറത്തേക്ക് യുവതികൾ, ഈ പ്രായത്തിലുള്ള യുവതികളുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസം അവിശ്വാസം എന്ന ഘടകമൊക്കെ ഉണ്ടല്ലോ. വരുന്ന എല്ലാവരും അയ്യപ്പന്മാരാണോ എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒരു ടൂറിസം പരിപാടി എന്ന രീതിയിൽ കണ്ടാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ അറിയാമോ? അത് മനഃപൂർവ്വം ഇൻസെൻസിറ്റീവായി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. പകരം ഇതൊരു സ്പിരിച്വൽ പിൽഗ്രിമേജ് ആണ്. ആ പിൽഗ്രിമേജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നു. അവർ പമ്പ വരെ ഇനി ഇരുമ്പ് കെട്ടെടുത്ത് വരണമെന്ന് പറയാൻ പറ്റൂ? ഇപ്പൊ DMKയുടെ തമിഴ്നാട്ടിൽ ഒരു മന്ത്രി വന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ പമ്പ വരെ കറപ്പിട്ട് ഇരുമ്പ് കെട്ടെടുത്തേ വരാൻ പറ്റൂ എന്ന് പറയാൻ പറ്റൂ? അവര് വന്നാൽ നമുക്ക് സന്തോഷമാണ്, പക്ഷേ എല്ലാരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി ശബരിമലയുടെ പ്രശസ്തി ലോകവ്യാപകമായി കൊണ്ടുവരണം. ഇങ്ങനെ ഒരു സംരംഭം നടക്കുമ്പോൾ അതിനെ എന്തെങ്കിലും ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ശബരിമലയെ പരിപോഷിപ്പിക്കുന്നതിന്റെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഒന്ന്, അത് പമ്പ വരെ ആയതിനാൽ അതിൽ ആചാര ലംഘനത്തിന്റെ പ്രശ്നമില്ല. അല്ല, ആഗോളമാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നല്ലല്ലോ വിളിക്കണ്ടേ? നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധികളായിട്ടുള്ള ആൾക്കാരെ, നമുക്കറിയാവുന്ന ആൾക്കാരെയൊക്കെയാണ് വിളിക്കേണ്ടത്. ഇതിന് പിന്നിൽ പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ട് എന്താണ് എന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. വളരെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായ സമയത്ത് ഹിന്ദുക്കളുടെ വോട്ട്, വിശിഷ്യ ഈഴവ സമുദായത്തിലുള്ള ആൾക്കാരുടെ വോട്ടൊക്കെ തന്നെ പറ്റമായിട്ട് ചോർന്നു പോകുന്നുവെന്നും അത് BJPയിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ CPMന്റെ ആഭ്യന്തരമായിട്ടുള്ള കണ്ടെത്തലുകൾ, അവരുടെ പല സമ്മേളനങ്ങളിലടക്കം തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം വന്നതിനെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ ഹിന്ദു മതത്തിലുള്ള ആൾക്കാരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീഡുണ്ട് അവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവർ ദേവസ്വം ബോർഡുമായി ചേർന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നു. അതല്ല എങ്കിൽ മുമ്പ് എന്തുകൊണ്ട് ഇത് വിളിക്കുന്നില്ല? ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇവിടെ തമാശക്കാണ്, ഒരുപക്ഷെ ശ്രീ റെജി ലൂക്കോസ് ഒക്കെ അത് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു തമാശ കണക്കെ ചിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് CPM പറഞ്ഞിരുന്നതാണല്ലോ ഈ ബിന്ദു അമ്മിണിയും കനകദുർഗയും ഒക്കെ ശബരിമലയിൽ പ്രവേശിച്ചത്. അപ്പൊ അയ്യപ്പ സംഗമം നടത്തുന്ന സമയത്ത് അവരെയും മുഖ്യാതിഥികളായിട്ട് ക്ഷണിക്കേണ്ടതല്ലേ? ക്ഷണിക്കുമോ? അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ? കാരണം സർക്കാരിന്റെ പൊസിഷൻ അതാണല്ലോ. അപ്പൊ ആ പൊസിഷനിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് നമുക്ക് മറുപടി വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ ഒന്നും വിളിക്കാനുള്ള സാധ്യതയില്ല, അവരെ പങ്കെടുപ്പിക്കുകയില്ല. കാരണം അത് ആപൽക്കരമാണ്. സ്വന്തം ഒരു തോക്കെടുത്തിട്ട് സ്വന്തം കാലിലേക്ക് വെടിവെക്കുന്നതിന് തുല്യമാണ്. CPM ഒരു 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ ഹിന്ദു മതവിശ്വാസികൾ BJPയിലേക്ക് പോകേണ്ടതില്ല, അതേപോലെ ഈഴവ വിശ്വാസികൾ അവിടേക്ക് പോകേണ്ടതില്ല എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കുറച്ചു കാലം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ അല്ല എന്നാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചോ സനാതന ധർമ്മത്തിനെ കുറിച്ചോ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇത് പറയില്ലായിരുന്നു. കാരണം ശ്രീനാരായണ ഗുരു കേരളത്തിൽ നടത്തിയിരിക്കുന്ന 30-ലധികം ക്ഷേത്ര പ്രതിഷ്ഠകളെല്ലാം തന്നെ തന്ത്രവിധി പ്രകാരം സനാതന ധർമ്മം പറയുന്നതനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന സ്തവങ്ങളും സ്തോത്രങ്ങളും എല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന 33 കോടി ദേവതകളെ കുറിച്ചുള്ളതാണ്. സനാതന ധർമ്മമാണ്. സനാതന ധർമ്മത്തിനെ എതിർക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ അതിനോടൊപ്പം എതിർക്കുന്ന ഒന്ന് സംസ്കൃതമാണ്.
ഒരു അസാമാന്യ സംസ്കൃത പണ്ഡിതനായിരുന്നു അദ്ദേഹം, സംസ്കൃതത്തിലും എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ DMK അടക്കം എതിർത്തുകൊണ്ടിരിക്കുന്ന, എപ്പോഴും സംസാരിക്കുന്നത് ഇതിനൊക്കെ എതിരാണ്, വേദത്തിനും ഉപനിഷത്തിനും എതിരെ. അപ്പൊ ആ വേദത്തിനെ ഉപനിഷത്തിനെ പഠിച്ച് വ്യാഖ്യാനിച്ച് എഴുതിയിരിക്കുന്ന മന്ത്രം, തന്ത്രം, യന്ത്രം ഇതെല്ലാം തന്നെ വിധിപ്രകാരമാണ് എന്ന് സമർത്ഥിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഈ സനാതന ധർമ്മത്തിന്റെ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അടർത്തിയെടുത്ത് ഒരു പുതിയ സെക്ട് ഫോം ചെയ്ത് ആ സെക്ട് ഞങ്ങളോടൊപ്പം വരൂ എന്ന് പറയുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അല്ലേ? അതല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല, പാർട്ടി പൊളിറ്റിക്സ് ആണ്. അത് വോട്ട് കിട്ടുന്നതിനാണ്, ഒരു വിഭാഗത്തിനെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കൊട്ടേഷൻ ഉണ്ടല്ലോ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അതിന്റെ പൂർണ്ണ ഭാഗം എന്താണ്? 1927 പള്ളാത്തുരുത്തിയിലെ SNDP യോഗത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ആ പറഞ്ഞിരിക്കുന്നതിന്റെ പൂർണ്ണ സെന്റൻസ് പോലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള സനാതന ധർമ്മം അങ്ങനെയുള്ള ഒരു മതമായി മാറുന്നു. അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരെല്ലാവരും ഈ സംഘടനയിൽ ചേരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ എന്താ മുഖ്യമന്ത്രി പറയുന്നത്? സനാതന ധർമ്മം വേറെയാണ്, സനാതന ധർമ്മം ശരിയല്ല, അത് ജാതി വ്യവസ്ഥയാണ്. ഇത് തന്നെ തത്ത പാടുന്നത് പോലെ പാടുന്ന ആൾക്കാരാണ് DMK. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ശബരിമലയിലേക്കായിരുന്നു നോക്കുക. ശബരിമലയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? തത്വമസി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ തത്വമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉദ്ദാലകൻ ശ്വേതകേതുവിനോട് പറയുന്ന കാര്യമാണ്. എല്ലാത്തിന്റെയും ഉള്ളിലുള്ള പരമമായിട്ടുള്ള സത്യവും ആത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്, അത് നീ തന്നെയാണ്. അപ്പൊ നീ എന്തിനെ തേടുന്നോ അത് നീ തന്നെയാണ്. അദ്വൈത വേദാന്ത സൂത്രം എഴുതുന്ന സമയത്ത് തസ്മാത് തസ്യ സത്വാച എന്ന് ശ്രീനാരായണ ഗുരു എഴുതിയിരിക്കുന്നത് എന്താണ്? സർവം ബ്രഹ്മമയം, നിന്നിലും എന്നിലും ഉള്ളതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സനാതന ധർമ്മമാണെന്നേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ മുഴുവൻ എതിർത്തുകൊണ്ട് ഒരു പാർട്ടി വേറെ അതേ നിലപാടുള്ള മറ്റൊരു പാർട്ടിയുമായിട്ട് ചേർന്നിട്ട് ഒരു പരിപാടി നടത്തുന്നത് മുഴുവനും ഇവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് മാനികൾക്ക് വേണ്ടിയിട്ട് സിംഹങ്ങൾ നടത്തുന്ന ഒരു സമ്മേളനം. അല്ല, ഇതിനൊരു ആത്മീയ വിനോദയാത്രയായി കണ്ടാൽ പോരെ? അതിനും അപ്പുറം അതിന് അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? അല്ല, ആത്മീയ വിനോദയാത്ര ആത്മീയത താല്പര്യമുള്ളവർക്കാണ്. അല്ലാതെ വെറും വിനോദയാത്ര വിനോദയാത്രയായിട്ട് റീബ്രാൻഡ് ചെയ്തതിൽ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് BJP. ഇവിടെ രാഹുൽ പറഞ്ഞൊരു സ്പിരിച്വൽ പിൽഗ്രിമേജ് എന്നാണ്. അതെന്ന് പറയുമ്പോൾ ആത്മീയ തീർത്ഥാടനമാണ്. അതാണോ അതോ വിനോദയാത്രയാണോ എന്നുള്ളതാണ്. വിനോദയാത്രയല്ല ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പമ്പ വരെയുള്ള അല്ല, ഈ വരവിൽ വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഉണ്ടല്ലോ. അല്ല, അത് ആരെ കുറിച്ചാണ്? അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അതിനകത്തിൽ അയ്യപ്പ അവിശ്വാസികളാണോ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുക? അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് അയ്യപ്പ വിശ്വാസികൾ. ഫലത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന ഈ അയ്യപ്പ സംഗമത്തിൽ അങ്ങനെയുള്ളവർ മാത്രമായിരിക്കുമോ? വിശ്വാസികൾ മാത്രമായിരിക്കും? അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ പോലും സൂപ്പർലേറ്റീവിലേക്ക് ഇവർ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ബിന്ദു അമ്മണിയും കനകദുർഗയും പ്രത്യേക അതിഥികളായിട്ട് വിളിച്ചിട്ട് വിശേഷാൽ ഇരിപ്പിടം കൊടുക്കണം. അങ്ങനെ ചെയ്യാനായിട്ട് അവർക്ക് ഇപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന പൊസിഷനെ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, RSSോ BJPയോ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഇനി UDFനോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും ഘടകകക്ഷിയോ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയാൽ അതിൽ ഞാൻ ചിരിക്കില്ല. എനിക്കതിൽ തമാശയില്ല. കാരണം ഇവരെല്ലാവരും തന്നെ ഒരുപക്ഷെ പലരും ആദ്യം സ്വീകരിച്ചിരുന്ന നിലപാടിനെ തിരുത്തിക്കൊണ്ട് പിന്നീട് ഭക്തരായിട്ടുള്ള ആൾക്കാരോടൊപ്പം നിന്നിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ കോൺഗ്രസിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ആദ്യം തന്നെ ശബരിമലയുടെ നിലപാട് വരുന്ന സമയത്ത് അതിനെ സ്വാഗതം ചെയ്തിരുന്നു, ആ വിധി വന്നിരുന്ന സമയത്ത്. പക്ഷെ പിന്നീട് കോൺഗ്രസ് അത് തിരുത്തി. കേരളത്തിലുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും യുവതീ പ്രവേശം അനുവദിക്കുന്ന സമയത്ത് അതിനെ സ്വാഗതം ചെയ്തു. നേരത്തെ ശ്രീ രാഹുൽ പറഞ്ഞതുപോലെ RSSലുള്ള BJPയിലുള്ള പല നേതാക്കന്മാരും ആ വിധി അന്ന് സ്വാഗതം ചെയ്തു. പക്ഷെ ഭക്തരുടെ താല്പര്യം എവിടെയാണ് എന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അവരൊക്കെ ആ നിലപാട് മാറ്റി. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമാണ്, അന്ന് NSSും SNDPയും ഒക്കെ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. NSS ആയിരുന്നു പ്രധാനമായിട്ട്. പന്തളത്ത് ആദ്യം തന്നെ ഈ യുവതീ പ്രവേശനത്തിനെതിരെ പ്രതിഷേധം വന്നത് NSSന്റെ ഭാഗത്ത് നിന്നായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചിരിക്കുകയാണ് NSSന്റെ പ്രതിനിധി പോലും ആ കമ്മിറ്റിയിലുണ്ട്. അല്ല, അതാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നിലപാട് ഒരു സംഘടന സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ NSSലെ അംഗമാണ്. അന്ന് NSS പറഞ്ഞിരുന്നു മറ്റേ ഒരു അയ്യപ്പ ജ്യോതി, അതിൽ നമ്മൾ പങ്കെടുക്കും, ആ സമയത്ത് എല്ലാ വിശ്വാസികളായിട്ടുള്ള നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ആ ജ്യോതി തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് അത് കേട്ട് തെളിയിച്ചിരുന്ന ആളാണ് ഞാൻ. ഞാനിപ്പോഴും അവിടെ തെളിയിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണെന്നേ. NSSന് ചിലപ്പോൾ നിലപാട് മാറിയിട്ടുണ്ടാകും, എനിക്കറിയില്ല. NSS അതിനു വേണ്ടിയിട്ട് ചെയ്തിരുന്ന സ്പിരിച്വൽ ഫൈറ്റ് ഉണ്ട്. ആ സ്പിരിച്വൽ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ലീഗൽ ഫൈറ്റ് കൂടി അവർ മാറ്റിയിട്ടാണ് പരാശരൻ എന്ന് പറയുന്ന ഏറ്റവും പ്രസക്തനായിട്ടുള്ള ഒരു അഭിഭാഷകനെ തന്നെ കൊണ്ടുവന്ന് ശബരിമലയിൽ ഇത് വാദിച്ചത്. അന്ന്